ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, അടിയങ്ങൾക്ക് മധ്യാഹ്ന പിന്നിട്ട നാഴികയിൽ പ്രാർത്ഥിക്കുവാൻ അവസരം തന്നതോർത്ത് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പാപം ചെയ്തവരും തിന്മ ചെയ്തവരും എന്നറിയുന്നു. ഞങ്ങളുടെ പാപവും അകൃത്യവും ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ സമയം ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ. ലോകത്തിന്റെ കളങ്കം പറ്റാതെ ഞങ്ങളുടെ വഴികൾ വിശുദ്ധമാകാനും കൃപയിൽ നിറഞ്ഞതാകുവാനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വളരാനും ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ സമർത്ഥമായി അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനന്തമായ സ്നേഹത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ, സ്വർഗീയമായ സമാധാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. തിരുവചനം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ എഴുതണമേ. വചനം കൃത്യമായി പഠിക്കാനും ധ്യാനിക്കാനും ദൈവിക കൂട്ടായ്മയിൽ നടപ്പാനും ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ തലമുറ വിശുദ്ധീകരിക്കപ്പെടണമേ, ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമേ, ഞങ്ങളുടെ ജോലിയിടങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണമേ, ഞങ്ങളുടെ വഴികൾ ശുദ്ധീകരിക്കപ്പെടണമേ. കർത്താവേ, ഞങ്ങളുടെ മാർഗങ്ങളിൽ ദൈവകൃപ ഇറങ്ങണമേ. അന്ധകാരത്തിന്റെ ആ ദുഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇത്രമേൽ ദൈവം നടത്തുകയും ഇതുവരെ കർത്താവ് പരിപാലിക്കുകയും ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു. ദൈവമേ, നിനക്ക് സ്തുതി. പിതാവാം ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനാം ദൈവമേ, അങ്ങേക്ക് സ്തുതി. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. സകല പൈശാചികമായ ബാധകൾ, ബന്ധനങ്ങൾ, കെട്ടുകളെല്ലാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ പൊട്ടപ്പെട്ട് അഴിഞ്ഞു മാറട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ചതിന് ഓർത്ത് നന്ദി പറയുന്നു. താണനീലം തേടുന്ന ആരുവി പോലെ, ദാഹജലം തേടുന്ന വേഴാമ്പൽ പോൽ. താണനീലം തേടുന്ന അരുവി പോലെ, ദാഹജലം തേടുന്ന വേഴാമ്പൽ പോൽ. ഞാൻ വലഞ്ഞിടുന്ന ആളുകളിൽ എൻ തുണയായി അരികിലെത്തും. ഞാൻ വലഞ്ഞിടുന്ന ആളുകളിൽ എൻ തുണയായി അരികിലെത്തും. എന്നെ അനുദിനം നടത്തുന്ന കർത്തനവൻ, എന്നെ കൃപയോടെ പാലിക്കും താതനവൻ. എന്നാശ്വാസദായകനാ, എൻ വിശ്വാസനായകനാ. എന്നാശ്വാസദായകനാ, എൻ വിശ്വാസനായകനാ. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം 1 കൊരിന്ത്യർ 12:2 നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന് 2 ഘട്ടമുണ്ട്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ അപ്രകാരം വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ ഞാൻ പാപത്തോട് ഉരുവായി. പക്ഷേ പുതിയ നിയമത്തില് അതിന് ചെറിയ വ്യത്യാസം വന്നതായിട്ട് കാണാൻ പറ്റും. ഒരു അപ്പനും അമ്മയും വിശുദ്ധിയോടെ ജീവിച്ചാൽ ദൈവാത്മാവിൽ തന്നെയാണ്, ദൈവത്തിന്റെ കൃപയിൽ തന്നെയാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. പക്ഷെ അമ്മയുടെയും അപ്പന്റെയും വിശുദ്ധി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ സാധ്യതകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അമ്മയപ്പനും കൃപയിലാണെങ്കിൽ കുഞ്ഞു ജനിച്ചു വീഴുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനത്തോടും ദൈവത്തോടും ഒക്കെ പ്രിയമാകും. എങ്കിലും മനുഷ്യൻ അശുദ്ധനായതുകൊണ്ട്, പൂർത്തീകരിക്കപ്പെടാത്തതുകൊണ്ട്, പൂർത്തീകരിക്കപ്പെട്ടവൻ ക്രിസ്തുവായതുകൊണ്ടും ആ ക്രിസ്തുവിലേക്ക് ചേരുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ പൂർത്തിയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട് ആ വിശുദ്ധിയിൽ വളരാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലിക സഭകളിൽ കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കവേ ആ സമർപ്പണത്തോടെ വളരുന്ന പ്രിയപ്പെട്ടവർ വളർന്നു വരുമ്പോൾ തങ്ങൾ ഏത് അപ്പന്റെയും അമ്മയുടെയും കുഞ്ഞുങ്ങളായി ജനിച്ചു, അവരുടെ മഹത്വം എന്തായിരുന്നു, അല്ലെങ്കിൽ മാമോദീസയുടെ മഹത്വം എന്തായിരുന്നു, തങ്ങൾ വന്ന വഴി ഏതായിരുന്നു, ഇതെല്ലാം മനസ്സിലാക്കി ക്രിസ്തുവിൽ ഉറയ്ക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ബോധ്യത്തിൽ ക്രിസ്തു ജനിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരു സംഭവം ഈ കാലഘട്ടങ്ങളിൽ കാണുന്നില്ല. മറിച്ച് വളർന്നു വരുമ്പോൾ അവർ ഏറ്റതായ ആ അനുഗ്രഹീത പാത വിട്ടുമാറുന്നതാണ് പലപ്പോഴും കാണുന്നത്. അതിന് പശ്ചാത്തലമായ കുടുംബവും മാതാപിതാക്കളും ഒക്കെ കാരണമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെയും, ഒരു മനുഷ്യന്റെ ബോധമനസ്സിൽ ഈ 2 കാലഘട്ടമുണ്ട്. ഒന്ന് പാപത്തിന്റെയും അശുദ്ധിയുടെയും തിന്മയുടെയും വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയത് എന്ന് പറയുന്നത് പോലെയുള്ള ഇരുണ്ട കാലഘട്ടം. അതുപോലെ തന്നെ താൻ സ്വീകരിച്ച വെളിച്ചത്തിന്റെ ആ ശുശ്രൂഷ
തന്നെ നടത്തിയ ദൈവം, തന്നെ അനുഗ്രഹിച്ച ദൈവം, ആ ദൈവത്തിലുള്ള ബോധ്യം തിരിച്ചറിഞ്ഞ് വളരുന്ന നന്മയുടെ കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയുടെ ഇപ്പോൾ ഈ സമയം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോടെല്ലാവരോടും പറയുന്നത്, നാം അനുഗ്രഹിക്കപ്പെട്ട മക്കളായി മാറണം, നാം തിരിച്ചറിവുള്ളവരായി മാറണം. വിഗ്രഹങ്ങളുടെ പിന്നാലെ എന്ന് പറഞ്ഞ കാലഘട്ടം പോലെ ഇരുട്ടിന്റെ കാലഘട്ടത്തിലാവരുത്. നമ്മെ വിളിച്ചത് ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാനാണ്, വെളിച്ചത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാനാണ്. ഞാനും നിങ്ങളും ചില പാപങ്ങളിലും അകൃത്യങ്ങളിലും ലോകത്തോട് പറ്റിച്ചേർന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിന്റെ തിരുസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. നിങ്ങളും ഞാനും ഒരു സമർപ്പണം പുതുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മേൽ ദൈവത്തിന്റെ കൃപ ചൊരിയപ്പെടുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന് അന്ധകാരവും ദുഷ്ടതയും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നത് കാണാനായിട്ട് സാധ്യമാകും. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, ഈ ശുശ്രൂഷയിരിക്കുന്ന മക്കളെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേലുള്ള ദുരാത്മാക്കൾ, ദുഷ്ടതകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവിനെ കാണുവാൻ, കർത്താവിൽ വളരുവാൻ, കർത്താവിൽ സന്തോഷിക്കുവാൻ, കർത്താവിൽ ജീവിക്കുവാൻ, കർത്താവിൽ വിജയം കൊയ്യുവാൻ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സൗഖ്യമാക്കുകയും വിടുതൽ കൊടുക്കുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്നു. നിത്യതയുടെ കൂടാരത്തിൽ ആത്മാവിനെ പരിപാലിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന സകല പ്രിയപ്പെട്ടവരോടും കൂടെ സദാകാലം ഉണ്ടാകട്ടെ. ആമീൻ. വൈകുന്നേരം 8 മണിക്ക് ഒരുമിച്ച് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.